KTU 2019 സ്കീം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ S3 സോളിഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഡിവൈസിലെ മൊഡ്യൂൾ 1 തിയറിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ടോപ്പിക്കാണ് എനർജി ബാൻഡ്. എനർജി ബാൻഡ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ബാൻഡാണുള്ളത്. ഒരു വാലൻസ് ബാൻഡുണ്ട്, ഒരു കണ്ടക്ഷൻ ബാൻഡുണ്ട്. അവർ തമ്മിലുള്ള ഗ്യാപ്പിന് നമ്മൾ ഫോർബിഡൻ ഗ്യാപ്പ് എന്നാണ് പറയുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനർജി ഗ്യാപ്പ് കേട്ടോ. അപ്പോൾ ഇനീഷ്യലി ഇലക്ട്രോൺസ് ഫുൾ ഇരിക്കുന്ന ബാൻഡാണ് വാലൻസ് ബാൻഡ്. നമ്മൾ എക്സ്റ്റേണൽ എനർജി കൊടുക്കുമ്പോൾ ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും? കണ്ടക്ഷൻ ബാൻഡിലേക്ക്. അങ്ങനെ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ എത്തുമ്പോഴാണ് അത് കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എനർജി ബാൻഡ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആണ്. അതാണ് ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രൻസിക് കേട്ടോ. ഫസ്റ്റ് വണ്ണാണ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണവും വാലൻസ് ബാൻഡിലുള്ള ഹോൾസിൻ്റെ എണ്ണവും ഈക്വൽ ആണെങ്കിൽ നമ്മളതിനെ പറയുന്ന പേരാണ് ഇൻട്രൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അതിനുള്ളിൽ വരുന്ന രണ്ട് ടേമാണ് പറയാൻ പോകുന്നത്. അതാണ് GI ആൻഡ് RI. അതിൽ GI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി ഇലക്ട്രോൺസ് ഫുൾ എവിടെയാണ്? വാലൻസ് ബാൻഡിലാണ്. നമ്മൾ എക്സ്റ്റേണൽ ഒരു എനർജി കൊടുക്കുമ്പോൾ അവരെങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും? കണ്ടക്ഷൻ ബാൻഡിലേക്ക്. അങ്ങനെ വാലൻസ് ബാൻഡിൽ നിന്ന് എത്ര ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നു? ആ റേറ്റിനാണ് നമ്മൾ ജനറേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കണ്ടക്ഷൻ ബാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസിന് എനർജി കൂടിക്കഴിഞ്ഞാൽ അവരുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അവർ ആ കിട്ടിയ എനർജി എങ്ങനെയെങ്കിലും റിലീസ് ചെയ്തിട്ട് വീണ്ടും എങ്ങോട്ട് തന്നെ വരാൻ ട്രൈ ചെയ്യും? വാലൻസ് ബാൻഡിലേക്ക്. അങ്ങനെ റിട്ടേൺ വരുന്ന റേറ്റ് നമ്മൾ പറഞ്ഞ പേരാണ് റീകോമ്പിനേഷൻ റേറ്റ്. അതാണ് RI. അപ്പോൾ എപ്പോഴും RI ഈക്വൽ ടു എന്തായിരിക്കും? GI ആയിരിക്കും. മുകളിലേക്ക് പോകുന്നവർ തന്നെയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇൻട്രൻസിക്കിൻ്റെ ഇക്വേഷൻ കണ്ടോ? RI ഈക്വൽ ടു GI. RI ഈക്വൽ ടു ആൽഫാർ N0 P0 നമുക്ക് എഴുതാം. അതാണ് ജനറേഷൻ റേറ്റിൻ്റെ ഇക്വേഷൻ. ആൽഫാർ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. ഇനി ഇൻട്രൻസിക്കിൽ നമ്മൾ പറഞ്ഞു N-ഉം P-യും ഈക്വൽ ആണല്ലോ. അപ്പോൾ നമ്മളതിനെ NI എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇക്വേഷൻ ആൽഫാർ NI² എന്ന് കിട്ടുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ടൈപ്പ്. സെക്കൻഡ് ടൈപ്പാണ് എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ. എക്സ്ട്രൻസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രൻസിക്കിലേക്ക് കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആളാണ് എക്സ്ട്രൻസിക്. ഇൻട്രൻസിക്കിന് ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് സിലിക്കൺ ഓർ ജെർമേനിയം. അതിലേക്ക് നമ്മൾ പെൻഡാവാലൻ്റ് ഗ്രൂപ്പിനാണ് ആഡ് ചെയ്യണമെങ്കിൽ അതിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണമായിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോഴാണ് അത് N ടൈപ്പ്. ഇൻട്രൻസിലേക്ക് നമ്മൾ ട്രൈവാലൻ്റ് ആണ് ആഡ് ചെയ്യണമെങ്കിൽ ഹോൾസിൻ്റെ എണ്ണമായിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മളതിനെ P ടൈപ്പ് എന്നാണ് പറയുന്നത്. അങ്ങനെ എക്സ്ട്രൻസിക്ക് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, N ടൈപ്പ് ആൻഡ് P ടൈപ്പ്. അതിൻ്റെ എനർജി ബാൻഡ് ലെവൽസ് ആണ് നമ്മൾ ഏറ്റവും താഴെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൽ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് N ടൈപ്പ് തന്നെ 0 ടെമ്പറേച്ചറിലുള്ളതും ദെൻ ടെമ്പറേച്ചർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ചാർജ് കരീഴ്സ്. സെക്കൻഡ് വണ്ണ് P ടൈപ്പ്, അതിനെ 0 ടെമ്പറേച്ചർ ആൻഡ് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോഴാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. അടുത്തത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് കരിയർ കോൺസെൻട്രേഷൻ ആണ് കേട്ടോ. നമ്മൾ രണ്ട് ടൈപ്പ് ഓൾറെഡി പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ ടെമ്പറേച്ചറിനനുസരിച്ച് കരിയർ കോൺസെൻട്രേഷൻ എന്ത് ചേഞ്ച് വരും നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഇൻട്രൻസിക് കോൺസെൻട്രേഷൻ. അതിൽ ഓക്കെ NIയുടെ ഇക്വേഷൻ കണ്ടോ? അതിൽ NIയും E⁻ മുകളിലുണ്ടോ T വരുന്ന ടെമ്പറേച്ചർ, അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ കരിയർ കോൺസെൻട്രേഷൻ കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ കരിയർ കോൺസെൻട്രേഷൻ കുറയും. അതായത് ഇൻട്രൻസിക്കിൽ അവർ രണ്ടുപേരും എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇനി എക്സ്ട്രൻസിക്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇനീഷ്യലി അവിടെ അയണൈസേഷനാണ് സംഭവിക്കുക. അത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ചാർജസ് വാലൻസ് ബാൻഡിൽ നിന്ന് എങ്ങോട്ടും കണ്ടക്ഷനിലേക്ക് പോകും. അവിടെയാണ് അയണൈസേഷൻ. അപ്പോൾ അത് എക്സ്ട്രൻസിക് ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും തോറും എക്സ്ട്രൻസിക്കിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറും? ഇൻട്രൻസിക് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും. അതാണ് സെക്കൻഡ് കേസ് കേട്ടോ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് തന്നെയാണ്, എലമെൻ്റൽ ആൻഡ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്. എലമെൻ്റൽ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 4 and 6 ആൾക്കാരാണ് എലമെൻ്റൽ. കോമ്പൗണ്ടിലാണെങ്കിൽ ഗ്രൂപ്പ് 3 5 അല്ലെങ്കിൽ 2 വരുന്ന ആൾക്കാരാണ് കോമ്പൗണ്ടൽ സെമി കണ്ടക്ടേഴ്സ് കേട്ടോ. ഇനി എലമെൻ്റൽ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പും മറ്റേതിൽ ഡയറക്റ്റ് ആയിരിക്കും. പിന്നെ ലൈഫ് ടൈം എലമെൻ്റലിന് കൂടുതലും മറ്റേതിന് കുറവായിരിക്കും. അങ്ങനെ കുറച്ച് കമ്പാരിസൺസ് ആണ് നമ്മളവിടെ ലിസ്റ്റ് ഔട്ടുള്ളത്. അതൊന്ന് നോക്കണം കേട്ടോ. പിന്നെ അതിൽ ആ ഫിഗർ നോക്കി ഇൻഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് എനർജി ബാൻഡ്സ് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എലമെൻറ്റിൽ നമ്മൾ പറഞ്ഞു അതെന്താണ്? ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പാണ്. അതായത് വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് നോർമലി എങ്ങോട്ടും കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. നമ്മൾ പറഞ്ഞു കണ്ടക്ഷൻ ബാൻഡിലുള്ളവർ എനർജി റിലീസ് ചെയ്തിട്ട് വീണ്ടും എങ്ങോട്ട് വരാൻ ട്രൈ ചെയ്യും? വാലൻസ് ബാൻഡിലേക്ക്. ആ തിരിച്ച് വരുന്ന രണ്ട് ടൈപ്പ് ഉണ്ട്. അതാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ എനർജി കൂടുതലുള്ള ആൾക്കാർ ആദ്യം ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്നാണ് റിട്ടേൺ എങ്ങോട്ട് വരിക? വാലൻസ് ബാൻഡിലേക്ക് വരുന്നത്. അതാണ് ഇൻഡയറക്റ്റ് എനർജി ഗ്യാപ്പ്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആണ്. അതായത് കണ്ടക്ഷൻ ബാൻഡിലുള്ള ചാർജ് കരീഴ്സ് എനർജി റിലീസ് ചെയ്തിട്ട് ഡയറക്റ്റ് എങ്ങോട്ട് വരും? വാലൻസ് ബാൻഡിലേക്ക് വരും. അപ്പോൾ അതാണ് ഈ രണ്ട് ടൈപ്പ് കേട്ടോ. ഇനി അപ്പുറത്ത് നോക്കി ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ലോ പ്രോസസ് ആയിരിക്കും. കാരണം എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഡയറക്റ്റിൽ കണ്ടക്ഷൻ ബാൻഡിലുള്ള ആൾക്കാർ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിലേക്ക് പോയതിന് ശേഷം എങ്ങോട്ട് വരുള്ളൂ? ബാലൻസ് ബാൻഡിലേക്ക് വരും. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം അവിടെ കൺസ്യൂം ചെയ്യില്ല. അപ്പോൾ ഇതിപ്പോഴും എന്തായിരിക്കും? ഒരു സ്ലോ പ്രോസസ് ആയിരിക്കും. പിന്നെ അതിൻ്റെ എനർജി ബാൻഡായിലാണ് നമ്മളതിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊന്ന് നോക്കിയിട്ട്